അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സിംഗപ്പൂർ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏട്ടൻ്റെ കൂടെ കോളേജിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ടാക്സിക്കാണ് കേട്ടോ പോയത്. അതായത് ബസ്സിനും MRTക്കൊക്കെയാണ് പോവാറ്. അന്നത്തെ ദിവസം നമ്മൾ നേരം വൈകുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല, ടാക്സി എടുത്തു. ടാക്സിക്ക് പോവാണ്. അപ്പോൾ നല്ല സ്നേഹമുള്ളൊരു ഡ്രൈവറായിരുന്നു കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, ജപ്പാൻ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആൾക്ക് കരാട്ടനെ പറ്റി പറഞ്ഞപ്പോൾ പിന്നെ ലച്ചുവിൻ്റെ അടുത്ത് ഭയങ്കര പിന്നെ മ്യൂസിക് ആണെങ്കിലും വളരെ ഇഷ്ടമുള്ള ഒരാൾ. അപ്പോൾ അങ്ങനെ ഏട്ടനായിട്ട് ഇങ്ങനെ ഒരുപാട് സംസാരിച്ചു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി. പിന്നെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ കുഞ്ഞിനൊക്കെ ആയിട്ട് കളിയും ചെയ്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രസമായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ട് ഒരു 10 മണിയായിരുന്നു. റിഹേഴ്സലുണ്ടായിരുന്നു, ഡാൻസിൻ്റെ റിഹേഴ്സലുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഞങ്ങൾ 10 മണിയായിരുന്നു വീഡിയോ ഒക്കെ എടുത്ത് താഴെ വന്ന് അവിടെ വന്ന് ഷോപ്പിൻ്റെ അവിടെ വന്നിരുന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ മാറ്റിക്ക് പോകാനായിട്ട് സിറ്റി ഹാളെന്ന് പറയും. സിറ്റി ഹാളിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട്. എന്താ പറയുക, നമ്മൾക്ക് ഡ്രസ്സിനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ മേക്കപ്പ് സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കണ്ണിന് കുളിമുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി എന്താ പറയുക, നമ്മൾ അവിടെ ഫ്ലാറ്റാവും അങ്ങനെ. അപ്പോൾ രസമാണ് കേട്ടോ. രാവും പകലൊക്കെ ഒരേപോലെ അവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കി ഇങ്ങനെ വെച്ചിന് കാണിച്ചെടുത്ത് ഞാനും ഏട്ടനും കൂടി ഞങ്ങളിങ്ങനെ നടന്നു. രസമായിരുന്നു. പിന്നെന്താ, അപ്പം അങ്ങനത്തൊക്കെ അന്നത്തെ ദിവസം അവിടെ അതിൽ നടന്നതും പിന്നെ വീട്ടിലെത്തുന്നതുമായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം അല്ലേ. എനിക്ക് പിന്നെ ഏറ്റവും ഭാഗ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏട്ടൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസും കൂടി ഏട്ടൻ എടുത്തു തരും. അപ്പം ഞാൻ എടുക്കണതൊക്കെ അങ്ങനെ എടുക്കട്ടെ. ഞാൻ മാത്രമാണ് ഏട്ടൻ എൻ്റെ കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്നെ കാണില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല. ഏട്ടൻ എനിക്ക് എന്താ പറയുക, എല്ലാ വീഡിയോസും വാർത്തി തരും. എൻ്റേതാണെങ്കിലും പുറം കാഴ്ചയാണെങ്കിലും ഒക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് കടന്നു. പിന്നെ ഇനിയിപ്പോൾ അടുത്ത എന്താ പറയുക, ഇതെടുത്തിട്ട് വേണം ഞങ്ങൾക്ക്. കണ്ടോ, സ്ത്രീകളിൽ നിന്നിരുന്ന് കണ്ടോ. അങ്ങനെ റോഡല്ല കേട്ടോ, സോറി. ഇത് നമ്മൾ കടന്നിട്ട് വേണം, നമ്മുടെ എസ്കലേറ്റർ വഴി അപ്പുറം കടന്നിട്ട് നമുക്ക് എന്നിട്ട് ട്രെയിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എസ്കലേറ്ററിൽ കയറാൻ പോവാം കേട്ടോ.
അപ്പോൾ നമുക്ക് MRTക്ക് ആണെങ്കിലും ട്രെയിനാണെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പൈസ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എപ്പോഴും നമ്മളെ കാർഡുണ്ട്, ബസ് കാർഡ്, ഇപ്പോൾ ATM കാർഡ് പോലെ കാർഡുണ്ട്. ആ കാർഡിലാണ് നമ്മൾ പൈസ കയറ്റുക. അപ്പോൾ അതിൽ പൈസ എപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് യാത്ര സുഖമായിരിക്കും. ഒരുപാട് പൈസയാവുകയില്ല. പൈസയാവും, പക്ഷേ ഈ പറഞ്ഞ പോലെ പൈസ അതിനൊക്കെ നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കാർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആദ്യത്തെ കാർഡുകൾ. പക്ഷെ അതിന് പൈസ ഉണ്ടെങ്കിലും അത് ടാപ്പ് ആവില്ല, കാരണം കാർഡിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വേറെ ഏട്ടൻ്റെ 2 കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പൈസ കയറ്റി, പിന്നെ ഏട്ടൻ്റെ ബാങ്ക് കാർഡ് ഉപയോഗിച്ചു. അങ്ങനെ ഞങ്ങൾ പൈസ ഒക്കെ ഇട്ടു. പിന്നെ അവിടെ നിന്ന് പിന്നെ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് വന്നപ്പോഴേക്കും എന്താ പറയുക, ട്രെയിൻ പോയി കേട്ടോ. കുഴപ്പമില്ല, 2 മിനിറ്റിൽ വീണ്ടും വരും. 2 മിനിറ്റ് മതി, അടുത്ത 2 മിനിറ്റിൽ വീണ്ടും വരും. അപ്പോൾ ആ ട്രെയിനിൽ അങ്ങനെ ബസ്സറടിക്കുമ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോഴേക്കും ബസ്സറടിച്ചു, ഞങ്ങൾ എത്തുമ്പോഴേക്കും ബസ്സറടിച്ചു. പിന്നെ ഡോറ് ക്ലോസ് ആവും. പിന്നെ നമുക്ക് കയറാൻ പാടില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും അപകടം ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഞങ്ങൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ ട്രെയിൻ വന്നു 2 മിനിറ്റിൽ. അപ്പോൾ അടുത്ത ട്രെയിനിൽ കയറി ഞങ്ങൾ. രസമാണ് കേട്ടോ. എന്താ പറയുക, നമുക്ക് കുറച്ച് സ്റ്റോപ്പുകളല്ലേ ഉള്ളൂ. അപ്പോൾ 4ാമത്തെ സ്റ്റോപ്പിലാണ് ഞങ്ങൾ ഇറങ്ങി. രസമായിരുന്നു. അധികം നമുക്ക് നിന്നാൽ മതി, നമുക്കിങ്ങനെ ഇരിക്കണമെന്നില്ല, അങ്ങനെയൊക്കെയാണ്.
235. അപ്പോൾ ഞാനത് എന്താ പറയുക സ്റ്റേഷനിലാണ് കേട്ടോ. തൊപ്പായിലെത്തി നമ്മൾ. തൊപ്പായ തൊപ്പായിലെത്തി MRT. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മുകളിലേക്ക് കയറി ബസ് എടുക്കാനായിട്ട് പോവുകയാണെന്നാണ് പറയണത്. അപ്പോൾ 235 കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ബസ് വരുന്നേരം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ വീണ്ടും എടുത്തു. അപ്പോൾ അങ്ങനെ രസമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അതായത് എനിക്ക് വഴി തെറ്റിപ്പോയി. ഞാൻ ഈ വഴിക്ക് ഇങ്ങനെ വരാറില്ലേ. കുറേ പ്രാവശ്യം ഇവിടെ താമസിക്കണമെങ്കിൽ ഈ വഴിക്ക് വരവ് കുറവാണ്. അപ്പം ഉണ്ടല്ലോ ഞാൻ വഴി അങ്ങോട്ട് മാറിപ്പോയി. ഏട്ടനും മോളും ഇങ്ങോട്ട് തന്നിട്ട് എന്നിട്ട് എൻ്റെ വീഡിയോ എടുക്കായിരുന്നു. ഞാൻ വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞു, പറ്റിച്ചെന്നും പറഞ്ഞിട്ട് ഞാൻ ചൂടായി. നമ്മുടെ വീട്ടിൽ വെച്ച് കൊണ്ടുവച്ച് സ്കൂളിൻ്റെ മുകളിൽ കൊണ്ട് കോളേജിൽ നിന്ന് രാവിലെ പോയതാ. എന്നിട്ടിപ്പോൾ വൈകുന്നേരം 10:30-11 ആറായില്ലേ. വീഡിയോയിൽ ഇത് രണ്ടാമത്തെ ദിവസം. ഇനി അടുത്ത ദിവസം കാണിക്കും. ബൈ.
ചെറിയ ആ